ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് MBA ബിരുദങ്ങൾക്ക് ശേഷം അവിചാരിതമായി രാഷ്ട്രീയത്തിലേക്ക് 2 തവണ അരുവിക്കര മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. ശബരിനാഥന് ഇനി അഭിഭാഷക കുപ്പായവും. തിരുവനന്തപുരം ലോ അക്കാദമിയിലായിരുന്നു പഠനം. പൊതുപ്രവർത്തകന് നിയമപരിജ്ഞാനം അനിവാര്യമാണെന്ന് തോന്നലുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന് അറസ്റ്റിലായപ്പോൾ ഒരു പോലീസുകാരൻ പറഞ്ഞ വാക്കുകളാണ് ഉൾവിളിയായതെന്ന് ശബരിനാഥൻ പറഞ്ഞു. പണ്ട് എന്നെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ കരിങ്കൊടി കാണിച്ച കേസ്. അന്ന് എന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, സാറൊന്ന് നിയമം പഠിച്ചാൽ നല്ലതായിരിക്കും. സത്യം പറഞ്ഞാൽ അതാണ് ഒരു പ്രധാനപ്പെട്ട ട്രിഗർ. ഒരു പൊതുപ്രവർത്തകനാകുമ്പോഴത്തേക്ക് ഒരു നിയമപരിജ്ഞാനം വേണം എന്നുള്ള ഒരു പൂർണ്ണമായ ബോധം ഉണ്ടായിരുന്നു. പിതാവ് G. കാർത്തികേയൻ നിയമം പഠിച്ചെങ്കിലും അവസാന പരീക്ഷ എഴുതിയിരുന്നില്ല. പ്രാക്ടീസ് ചെയ്യുന്നത് തീരുമാനിച്ചിട്ടില്ല. എന്തായാലും നിയമസഹായം നൽകാനാകുമല്ലോ എന്ന് ശബരിനാഥൻ പറയുന്നു. തിരക്കുകൾക്കിടയിലും നിയമപഠനത്തിന് ശബരിനാഥൻ കാണിച്ച താല്പര്യത്തെ കുടുംബം മുഴുവൻ പ്രോത്സാഹിപ്പിച്ചുവെന്ന് ഭാര്യ വിഴിഞ്ഞം തുറമുഖ MD കൂടിയായ ഡോക്ടർ ദിവ്യ S. അയ്യർ പറഞ്ഞു. എപ്പോഴും കൂടുതൽ പഠിക്കണം എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് ഞാനും. ഇപ്പോൾ പിന്നെ വീട്ടിൽ ടീച്ചറും കൂടെ ഉള്ളതുകൊണ്ട്, അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും പഠിത്തത്തിന് എന്നും ഇങ്ങനെ കൊടി പിടിക്കുന്ന ആളുകളാണ്. ഇപ്പൊ പിന്നെ അതെ, അങ്ങനെ അച്ഛൻ പഠിക്കാനായിട്ട് ഇരുന്നിട്ട് ഉറങ്ങി പോകുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന മോനാണ് പൊതുവെ. അപ്പോൾ അങ്ങനെ പക്ഷെ വലിയ താല്പര്യത്തോടു കൂടി പഠിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. 2 ദിവസമായി 1600 പേരാണ് അഭിഭാഷകരായി എൻറോൾ ചെയ്തത്. ചടങ്ങിൽ ജസ്റ്റിസ് സതീഷ് നെനാൻ മുഖ്യാതിഥിയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. എന്തായാലും ചില തീരുമാനങ്ങളൊക്കെ നമ്മളങ്ങനെ വളരെ പെട്ടെന്നായിരിക്കും എടുക്കുക. ചിലർ നമ്മുടെ മുൻപിൽ നിന്ന് വളരെ നിസ്സാരമായി പറയുന്ന കാര്യം അല്ലെങ്കിൽ വളരെ നിസ്സാരമായി ചോദിക്കുന്ന കാര്യം, അതിൽ നിന്നായിരിക്കും നമ്മളൊരു വലിയ തീരുമാനത്തിലേക്ക് എത്തുക. അതുപോലെയാണ് ഇപ്പോൾ ഇവിടെ മുൻ MLA യുടെ കാര്യം. അദ്ദേഹത്തിനോട് ഒരു പോലീസുകാരൻ വളരെ നിസ്സാരമായി ചോദിച്ചൊരു കാര്യത്തിൽ നിന്നാണ് ഇനി നിയമം പഠിച്ചേക്കാം, വക്കീൽ കുപ്പായം അണിഞ്ഞേക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. നിശ്ചയദാർഢ്യത്തോടെ മുൻപോട്ട് പോവുകയും പഠിക്കുകയും ചെയ്തു. പ്രദീപ് ജോസഫ് ചേരുന്നുണ്ട് തത്സമയം. പ്രദീപ്, അപ്പോൾ ഒരു ജനപ്രതിനിധിയായിരുന്നു, പൊതുപ്രവർത്തകനാണ്, ഒരുപാട് തിരക്കുള്ള ആളാണ്. പക്ഷെ ആ തിരക്കുകൾക്കൊക്കെ ഇടയിലും പഠിക്കാൻ സമയം കണ്ടെത്തി എന്നുള്ളതാണ്. കൃത്യമായി വക്കീൽ കുപ്പായം അണിയാൻ ആ ഒരു മനസ്സിന്റെ ധൈര്യമുണ്ടായി, നിശ്ചയദാർഢ്യമുണ്ടായി. ഇനി ഒടുവിൽ അത് വിജയം കണ്ടു അല്ലേ? നമുക്കറിയാം, മുൻ മന്ത്രിയും സ്പീക്കറും ഒക്കെയായിരുന്ന G. കാർത്തികേയൻ്റെ മകനാണ് KS ശബരിനാഥൻ. അദ്ദേഹം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. അതിനുശേഷം മാനേജ്മെൻറ്റ് സ്ഥാപനത്തിൽ നിന്ന് MBA നേടിയിട്ടുണ്ട്. പിന്നീട് 2 തവണ G. കാർത്തികേയൻ അന്തരിച്ചതിനെ തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിലും പിന്നീട് 2016 തെരഞ്ഞെടുപ്പിലും അരുവിക്കരയിൽ നിന്ന് നിയമസഭയിലെത്തി. 2021 പരാജയപ്പെട്ടു. ഈ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം നിയമ പഠനം കൂടുതൽ സജീവമാക്കിയത്. ലോ അക്കാദമിയിൽ ഈവനിംഗ് ബാച്ചിലായിരുന്നു പഠനം പൂർത്തിയാക്കി ഇന്ന് ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്യുകയും ചെയ്തു. 2 കാര്യങ്ങളാണ് അദ്ദേഹം ഈ അഭിഭാഷകൻ കൂടിയാകാൻ കാരണമായി പറഞ്ഞത്. ഒന്ന്, ഒരു പൊതുപ്രവർത്തകർ നിയമപരിജ്ഞാനം കൂടി ഉള്ളത് ആളുകളെ സഹായിക്കാൻ കൂടുതൽ ഉപകാരം ചെയ്യും. മറ്റൊന്ന്, ഒരിക്കൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതിന് KS ശബരിനാഥൻ അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പോൾ മറ്റ് അഭിഭാഷകരാണ് ശബരിനാഥന് വേണ്ടി ഹാജരായത്. അപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്നൊരു പോലീസുകാരൻ ചോദിച്ചു, താങ്കൾക്ക് എന്തുകൊണ്ട് നിയമബിരുദം എടുത്തുകൂടാ? ധാരാളം ഇത്തരം കേസുകളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പം നിയമബിരുദം എടുക്കുകയാണെങ്കിൽ സ്വയം വേണമെങ്കിൽ വാദിക്കാമല്ലോ എന്നൊരു പോലീസുകാരൻ ചോദിക്കുകയും ചെയ്തു. അവിടെയാണ് കൂടുതൽ LLB എടുക്കണമെന്നുള്ളൊരു സ്പാർക്ക് ഉണ്ടായത് എന്നാണ് KS ശബരിനാഥൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് G. കാർത്തികേയൻ ലോ അക്കാദമിയിലെ വിദ്യാർത്ഥിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അവസാന വർഷ പരീക്ഷ എന്തൊക്കെയോ ചില കാരണങ്ങളാൽ എഴുതാൻ കഴിഞ്ഞില്ല. ശബരിനാഥൻ പറയുന്നത് അങ്ങനെ അച്ഛന് കഴിയാതിരുന്ന ആ ഒരു കടം തനിക്ക് എന്തായിരുന്നാലും വീട്ടാൻ സാധിച്ചു. അവസാന വർഷ പരീക്ഷയ്ക്ക് എഴുതി എൻറോൾ ചെയ്യുന്നു. അതിലൊരു പ്രത്യേക സന്തോഷമുണ്ട് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും വിഴിഞ്ഞം തുറമുഖ കമ്പനി മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ദിവ്യ S. അയ്യർ ഉൾപ്പെടെ ഇന്ന് എൻറോൾമെൻറ്റ് ചടങ്ങിന് എത്തിയിരുന്നു. വീട്ടിലിരുന്ന് പഠിക്കുന്ന കാര്യത്തെക്കുറിച്ചും എങ്ങനെയാണ് പഠിച്ചത്, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവരും വളരെ സരസമായി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ കുറച്ചധികം കഷ്ടപ്പെട്ട് പഠിച്ച് അങ്ങനെ വക്കീലായിരിക്കുകയാണ്, അഭിഭാഷക കുപ്പായം അണിഞ്ഞിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും ഇത് മാതൃകയാക്കി എടുക്കാൻ കേട്ടോ. കാരണം പ്രായമൊന്നും പഠനത്തിനൊരു തടസ്സമല്ല. നമുക്ക് എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം തോന്നുകയാണ്, അത് ആരുടെയെങ്കിലും വാക്കിൽ നിന്ന് കേട്ടിട്ടാണെങ്കിലും അത് അവിടെ അവിടെ ഉപേക്ഷിക്കാതെ അതിന് പിറകെ പോവുക, ഒരു മനോധൈര്യം ഉണ്ടാവുക, പഠിച്ച് മുന്നേറാൻ കൂടി ശ്രമിക്കുക, അത് ഏത് പ്രായത്തിലായാലും.